ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8 ചാപ്റ്റർ 4 ക്വാഡ്രിലാറ്ററൽസിലെ ഫിഗർ ഇറ്റ് ഔട്ട് പേജ് നമ്പർ 108 സെവൻത്ത് ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ 6th ക്വസ്റ്റ്യനും കൺസ്ട്രക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ചെടുത്ത് നെക്സ്റ്റ് വീഡിയോയിലാണ് ഇടുന്നത്. 7th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് CASE ഈസ് എ സ്ക്വയർ. CASE ഈസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ കണ്ടീഷൻസ് അപ്പം തന്നെ എഴുതാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. CA എന്ന് പറയുന്നത് ASനോട് ഈക്വൽ ആയിരിക്കും, AS എന്ന് പറയുന്നത് ESനോട് ഈക്വൽ ആയിരിക്കും, ES CEനോട് ഈക്വൽ ആയിരിക്കും. കാരണം 4 സൈഡ്സും സ്ക്വയറിന്റെ അകത്ത് ഈക്വൽ ആയിരിക്കും. അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ദ പോയിന്റ്സ് UV, W ആൻഡ് X ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ആണ് ആരൊക്കെ? U, X, W ആൻഡ് V. ഇതെല്ലാം മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ CU ആരോട് ഈക്വലാണ്? AUനോട് ഈക്വലാണ്. അതുപോലെ തന്നെ AU AXനോട് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ X മിഡ് പോയിന്റ് ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ AXും XXും ഈക്വൽ ആയിരിക്കും. W മിഡ് പോയിന്റ് ആക്കി കഴിഞ്ഞാൽ EWയും WSും മിഡ് പോയിന്റ് ഈക്വൽ ആയിരിക്കും. V മിഡ് പോയിന്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ VEയും CVയും ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവരെല്ലാം ഈ സൈഡ്സ് സ്ക്വയറിന്റെ സൈഡ്സ് ആയതുകൊണ്ട് ഇവരെല്ലാവരും പരസ്പരം ഈക്വൽ ആയിരിക്കും. CU AUനോട് ഈക്വൽ ആയിരിക്കും, AU AXനോട് ഈക്വൽ ആയിരിക്കും, SXനോട് ഈക്വൽ ആയിരിക്കും. ഇവരെല്ലാവരും ഈക്വലും ആയിരിക്കും. നമുക്കിടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന വാട്ട് ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽ UVWX, ഈ അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററൽ സ്ക്വയർ ആണോ, റോംബസ് ആണോ, പാർലോഗ്രാം ആണോ, റെക്ടാങ്കിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കോൺഗ്രുവൻസി വെച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ട്രയാങ്കിളായ CUVയും രണ്ടാമത്തെ ട്രയാങ്കിളായ UAX നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഇവിടെ 4 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. അതിൽ ഇപ്പം നമ്മൾ എടുക്കുന്നത് CUVയും പിന്നെ ട്രയാങ്കിൾ AUXും ആണ്. ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടും. സൈഡ്സ് എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് എന്തായിരിക്കും വരുന്നത്? സ്ക്വയർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ CU ഈക്വൽ ടു AU എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാ? U മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഒരു സൈഡ് കിട്ടി. ഇനി CV ഈക്വൽ ടു AX എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാ? സൈഡ്സ് ഓഫ് എ സ്ക്വയർ, സ്ക്വയറിന്റെ സൈഡാണ്, അതുപോലെ തന്നെ മിഡ് പോയിന്റ് ആയതുകൊണ്ടും ഇതും ഈക്വൽ ആയിരിക്കും. ഇനി ഈ ആംഗിൾസ് സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തെ ആംഗിൾസ് എല്ലാം എത്രയായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ VCU ഈക്വൽ ടു ആംഗിൾ XAU ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ നോക്കിക്കേ, 2 സൈഡ്, ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ്, ഈ 2 സൈഡിന്റെ ഇടയ്ക്കാണ് ആംഗിൾ C വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് പ്രോപ്പർട്ടി കൊടുക്കാം? ഏത് കോൺഗ്രുവൻസ് റൂൾ കൊടുക്കാം? SAS കോൺഗ്രുവൻസ് റൂൾ കൊടുക്കാം. SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. ട്രയാങ്കിൾ CUVയും AUXും കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അതിന്റെ മൂന്നാമത്തെ സൈഡായ VUവും UXും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. VU ഈക്വൽ ടു UX. കാരണം എന്താ? അല്ലെങ്കിൽ VU ഈക്വൽ ടു XU ബൈ CPCT. CPCT അനുസരിച്ച് ഈ 2 സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടും. ഏത് സൈഡാണ് നമ്മൾ എടുക്കുന്നത്? VU എന്ന് പറയുന്ന സൈഡും UX എന്ന് പറയുന്ന സൈഡും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് 3ഉം 4ഉം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെയും നമുക്ക് സെയിം പ്രോപ്പർട്ടി തന്നെ കൊടുക്കാം. ആംഗിൾ E എന്ന് പറയുന്നത് 90 ഡിഗ്രി, ആംഗിൾ S എന്ന് പറയുന്നതും 90 ഡിഗ്രി. ഇനി ഈ WXും ഈക്വൽ ആയിരിക്കും, കാരണം മിഡ് പോയിന്റ്. അതുപോലെ തന്നെ Vയും SXും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? സൈഡ്സ് ഓഫ് എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും SAS കോൺഗ്രുവൻസ് റൂൾ വരും. ഈ 2 ട്രയാങ്കിൾ
കോൺഗ്രുവൻ്റ് ആണ്. ഈ ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വി ഡബ്ല്യു എന്ന് പറയണതും ഡബ്ല്യു എക്സ് എന്ന് പറയണതും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് കിട്ടി വി ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു എക്സ്. ആദ്യം നമുക്ക് കിട്ടി വി യു ഈക്വൽ ടു എക്സ് യു. ഇനി അടുത്ത കോൺഗ്രുവൻസ് റൂളിൽ നമുക്ക് വേണമെങ്കിൽ 1ഉം 3ഉം കൺസിഡർ ചെയ്യാം. ഈ 1ഉം 3ഉം ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ തന്നെ നമുക്ക് SAS കോൺഗ്രുവൻസ് റൂൾ കൊടുക്കാം. വി മിഡ് പോയിന്റ് ആയതുകൊണ്ട് സി വി ഈസ് ഈക്വൽ ടു ഇ വി. ഇനി ഇ ഡബ്ല്യു എന്ന് പറയണതും സി യു എന്ന് പറയണതും ഈക്വൽ ആണ്, സൈഡ്സ് ഓഫ് എ സ്ക്വയർ. പിന്നെ ആംഗിൾ സിയും ആംഗിൾ ഇയും 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കിടെ SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് വി ഡബ്ല്യുവും വി യുവും ഈക്വൽ ആണ് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ 4 സൈഡ്സും ഈക്വൽ ആണ് കിട്ടി. വി യു എന്ന് പറയുന്ന സൈഡും യു എക്സ് എന്ന് പറയുന്ന സൈഡും ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന സൈഡും വി ഡബ്ല്യു എന്ന് പറയുന്ന 4 സൈഡും ഈക്വലായി. 4 സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് വരുന്നത് ഏതാണ്? ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്, സ്ക്വയർ തന്നെ ആവാനാണ് സാധ്യത. സ്ക്വയറോ റോംബസോ ആവാം. 4 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് വേണമെങ്കിൽ സ്ക്വയർ ആകാം, അല്ലെങ്കിൽ എന്താകാം? റോംബസ് ആവാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ആംഗിളും കൂടി കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഈ 4 ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ്ലി പറയാം ഇത് സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയേക്കണ എന്താണ്? സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കുവാണ്. ഓരോ ആംഗിളിലും പേര് കൊടുക്കുക. ഇത് ആംഗിൾ 1 ആയിട്ട് എടുത്തു, ഇത് ആംഗിൾ 2 ആയിട്ട് എടുത്തു, ആംഗിൾ 3 ആയിട്ട് എടുത്തു, ആംഗിൾ 4 ആയിട്ട് എടുത്തു. നമുക്ക് ഈ ഇവിടെ കിടക്കണ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ട്രയാങ്കിൾ സി യു വി കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച്, അല്ലെങ്കിൽ ഇവിടെ സി വി എന്ന് പറയണത് ആരോട് ഈക്വൽ ആണ്? സി യുവിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത സി വി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും സി യു എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ദ ട്രയാങ്കിൾ കൊടുക്കുക. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം അതുപോലെ തന്നെ നമുക്കിടെ ആംഗിൾ സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആലോ? മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ സിക്ക് നമുക്ക് എത്ര കൊടുക്കാം? 90 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ 1ഉം ആംഗിൾ 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈംസ് ആംഗിൾ 1 എന്ന് കിട്ടും. പ്ലസ് 90 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എത്രയായിട്ട് മാറും? -90 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടി 2 ടൈംസ് ആംഗിൾ 1 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പം ആംഗിൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 90 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 45 ഡിഗ്രി. ആംഗിൾ 1 45 ഡിഗ്രിയാന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ 2 എത്ര തന്നെയായിരിക്കും വരുന്നത്? 45 ഡിഗ്രി തന്നെയായിരിക്കും. അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട്. ഇനി ആംഗിൾ സി എത്രയാന്ന് കിട്ടി? ഓൾറെഡി അത് സ്ക്വയർ ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്കറിയാം ഈ ട്രയാങ്കിൾ സി യു വി എന്ന് പറയുന്നത് കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ എ യു എക്സ് ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ 3 എന്ന് പറയുന്നതും 45 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 4 എന്ന് പറയുന്നതും 45 ഡിഗ്രി ആയിരിക്കും. സെയിം കണ്ടീഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എ യു എന്ന് പറയുന്ന സൈഡും എ എക്സ് എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആവും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ ആവും. ഓപ്പോസിറ്റ്സ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആവും. അപ്പോൾ ഇത് 45, ഇത് 45, ഇത് 90 ഡിഗ്രി. പിന്നെ ഈ സി എ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരുന്നത്? സ്ട്രെയിറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ആംഗിൾ 2ഉം
ആംഗിൾ വി യു എക്സ്, ഇവിടുത്തെ ആംഗിൾ നമ്മൾ വി യു എക്സ്, ഈ ആംഗിളാണ് എടുക്കുന്നത്. വി യു എക്സ് വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. വി യു എക്സും അതുപോലെ തന്നെ ആംഗിൾ 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇനി ആംഗിൾ 2ഉം ആംഗിൾ 3യും 45 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 45 പ്ലസ് 45 പ്ലസ് ആംഗിൾ വി യു എക്സ് എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ വി യു എക്സ് കണ്ടുപിടിക്കാലോ. വി യു എക്സ് എന്ന് പറയുന്നത് 45 പ്ലസ് 45 90 ഡിഗ്രിയാണ് വരുന്നത്. പ്ലസ് 90ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? മൈനസ് 90 ആയിട്ട് മാറും. അപ്പം ആംഗിൾ വി യു എക്സ് എന്ന് പറയുന്നത് 180 മൈനസ് 90 എന്ന് കിട്ടി. 180 മൈനസ് 90 എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 90 ഡിഗ്രിയാന്ന് കിട്ടി. ആംഗിൾ വി യു എക്സ് 90 ഡിഗ്രിയാന്ന് കിട്ടി. ആംഗിൾ വി യു എക്സ് 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ വി ഡബ്ല്യു എക്സ് എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ വി എക്സ് ഡബ്ല്യു എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എപ്പോഴും എങ്ങനെയായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും വരുന്നത്. സം 180 ഡിഗ്രി ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ആംഗിളും 90 ഡിഗ്രിയാന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് പറയാം. ദ ക്വാഡ്രിലാറ്ററൽ യു വി ഡബ്ല്യു എച്ച് ഈസ് എ സ്ക്വയർ. ഇവിടെ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്നാണ് കിട്ടണത്? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഫൈനലി നമുക്ക് ഇവിടെ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ സ്ക്വയറിന് എഴുതാൻ പറ്റും. കാരണം അതിൻ്റെ അകത്ത് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. 90 ഡിഗ്രിയാന്ന് കിട്ടി. ഫൈൻഡ് ദിസ് ബൈ ജോമെട്രിക് റീസണിങ് ആസ് വെൽ ആസ് ബൈ കൺസ്ട്രക്ഷൻ ആൻഡ് മെഷർമെന്റ്. ജോമെട്രിക് റീസണിങ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. കൺസ്ട്രക്ഷനും മെഷർമെന്റും ഞാൻ ഒരുമിച്ച് എല്ലാ പ്രോബ്ലവും കൂടി നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് അതർ വേ ഓഫ് കൺസ്ട്രക്ടിങ് എ സ്ക്വയർ വിത്തിൻ എ സ്ക്വയർ സച്ച് ദാറ്റ് vertices of the inner square lies on the side of the outer square as shown in figure B. ഫിഗർ ബി, ഇതാണ് ഫിഗർ ബി. ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇന്നർ സ്ക്വയറിന്റെ വെർട്ടീസസ് ഔട്ടർ സ്ക്വയറിന്റെ സൈഡിൽ കിടക്കുന്ന വിധത്തിൽ ഒരു സ്ക്വയറിന് അകത്ത് എന്ത് ചെയ്യുക? മറ്റൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഉള്ള മറ്റു വഴികൾ കണ്ടുപിടിക്കുക. വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ച് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വേറെ രീതിയിൽ നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക. ഒരു സ്ക്വയറിൻ്റെ അകത്ത് വീണ്ടും ഒരു സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ വെർട്ടീസസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്നാണ് നമ്മൾ ഒരു ഔട്ടർ സ്ക്വയറിന്റെ ഇത് വന്നിട്ട് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കണം. ഇന്നർ സ്ക്വയറിന്റെ വെർട്ടീസസ് ഔട്ടർ സ്ക്വയറിന്റെ സൈഡിൽ കണ്ടോ? ഇവിടെ കിടക്കുന്ന വിധത്തിൽ ഒരു സ്ക്വയറിന് അകത്ത് മറ്റൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള വേറെ വഴികൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് നമ്മൾ സ്ക്വയർ കൺസിഡർ ചെയ്യണം. എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സ്ക്വയർ കൺസിഡർ ചെയ്തു. ലെറ്റ് എ ബി സി ഡി ബി എ സ്ക്വയർ. ഇനി ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണ്. പി ക്യു ആർ എസ്. ടേക്ക് ദ പോയിന്റ്സ് പി ക്യു ആർ എസ് സച്ച് ദാറ്റ് എ എസ് ഈസ് ഈക്വൽ ടു ബി പി. ഈ എ എസ് ഇത് നമുക്കിടെ കൺസ്ട്രക്ഷൻ ആണ്. എ എസും ബി പിയും ഒരേ ലെങ്ത്, അതും സി ക്യൂവും ഒരേ ലെങ്ത്, അതും ഡി ആറും ഒരേ ലെങ്ത്. ഇത് ഒരേ ലെങ്ത്തുകളിലുള്ള, കാരണം ഇവിടെ എ ബി സി ഡി നമ്മൾ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ക്വയറിന്റെ അകത്ത് വീണ്ടും ഒരു സ്ക്വയറിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. സ്ക്വയർ ഇപ്പൊ ടോട്ടൽ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിപ്പോ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കിത്തെ എത്രയായിരിക്കും വരുന്നത്? ടോട്ടൽ 8 സെന്റിമീറ്ററിന്റെ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ബാക്കിയത്തെ 5 സെന്റിമീറ്റർ ആയിരിക്കും. അത് സ്ക്വയറിന്റെ എല്ലാ കേസസിലും അങ്ങനെയായിരിക്കും വരുന്നത്.
അപ്പം എ എസ് നമ്മൾ എങ്ങനെ എടുക്കുകയാണ്? എ എസ് എല്ലാം ഒരുപോലെ എടുത്തു. എ എസിൻ്റെ അതേ ലെങ്ത് തന്നെയാണ് പി ബിക്ക്, പി ബിയുടെ അതേ ലെങ്ത് ആണ് ക്യു സിക്ക്, ക്യു സിയുടെ അതേ ലെങ്ത് ആണ് ഡി ആർ. അപ്പം മിച്ചം വരുന്ന ലെങ്ത്തും എങ്ങനെ തന്നെയായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. എസ് ഡിയും ബി ക്യൂവും ഒരേ ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ എ പിനോട് ഒരേ ലെങ്ത് ആയിരിക്കും. സി ആർ എന്ന് പറയുന്നതും ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ലെങ്ത്തിൽ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഒന്നുകിൽ 10 സെൻറ്റിമീറ്ററോ 8 സെൻറ്റിമീറ്ററോ എന്ന് കൊടുക്കുക. ഇതിപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കിത്തെ 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം എത്ര തന്നെ കിട്ടണം? 10 തന്നെ കിട്ടണം. കാരണം സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ പി എ എസ് ആൻഡ് ട്രയാങ്കിൾ എസ് ഡി ആർ. ഈ 2 ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് തെളിയിക്കാൻ പോകുക. ട്രയാങ്കിൾ പി എ എസും ട്രയാങ്കിൾ എസ് ഡി ആറും, ഈ 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ 2 ട്രയാങ്കിൾ നമുക്ക് നോക്കാൻ നേരത്തെ നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു. പി എ എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും? എസ് ഡിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ എ എസ് എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആയിരിക്കും? ക്യു ആറിനോട് ഈക്വൽ ആയിരിക്കും. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ആംഗിൾ പി എ എസ് എന്ന് പറയുന്നത് ആംഗിൾ എസ് ഡി ആറിനോട് ഈക്വൽ ആയിരിക്കും. ഇത് എത്രയായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പം നമുക്ക് നോക്കിക്കേ, ഒരു സൈഡായി, ഒരാംഗിളായി, ഒരു സൈഡായി, 2 സൈഡിൻ്റെ ഇടയ്ക്കാണ് ഈ ആംഗിൾ കിടക്കുന്നത്. അപ്പം നമുക്ക് എന്താ കിട്ടണത്? SAS കോൺഗ്രുവൻസ് റൂൾ ആണ് കിട്ടുന്നത്. ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഈ 2 സൈഡിൻ്റെ ഇടയ്ക്കാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് ബൈ SAS കോൺഗ്രുവൻസ് റൂൾ. ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി എസ് എന്ന് പറയുന്ന ഈ സൈഡും എസ് ആർ എന്ന് പറയുന്ന ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും. പി എസ് ഈസ് ഈക്വൽ ടു എസ് ആർ ബൈ സി പി സി ടി. ഇതേ കണ്ടീഷൻ തന്നെ ഇനി ബാക്കിത്തെ ട്രയാങ്കിൾസിനും കൊടുക്കാമല്ലോ. 3ഉം 4ഉം ട്രയാങ്കിൾ വരുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പി എസ് എസ് ആറിനോട് ഈക്വൽ ആണെങ്കിൽ പി എസ് എന്ന് പറയണത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി പി എസ് എന്ന് പറയണത് പി ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ പി എസ് എന്ന് പറയണത് ആർ ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും. ഇവർ പരസ്പരം എല്ലാവരും ഈക്വൽ ആയിരിക്കും. പി എസ് എസ് ആറിനോട് ഈക്വൽ ആയിരിക്കും, എസ് ആർ ആർ ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും, ആർ ക്യൂ പി ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ആംഗിളും കൂടി കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം, ഇനി നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ പി എ എസ്, ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ അകത്ത് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം അതുപോലെ തന്നെ ആംഗിൾ പി എ എസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ആംഗിൾ പി എ എസ് നമുക്ക് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 90 ഡിഗ്രിയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം പ്ലസ് പി എ എസ് എന്ന് പറയുന്നത് പ്ലസ് 90 ഡിഗ്രി എന്ന് കൊടുക്കാം, ഈക്വൽ ടു 180 ഡിഗ്രി. പ്ലസ് 90 ഡിഗ്രി അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് 90 ഡിഗ്രി ആവും. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് 90 ഈക്വൽ ടു 90. ഇത് നമുക്കിടെ ആദ്യത്തെ കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എങ്ങനെയാണ്? 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ആംഗിൾ 3ഉം ആംഗിൾ 1ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 3ക്ക് പകരം അല്ലെങ്കിൽ ആംഗിൾ 1ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആംഗിൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആംഗിൾ 1ഉം ആംഗിൾ 2ഉം 90 ഡിഗ്രി. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാന്ന് കിട്ടും. ആംഗിൾ 3ക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? അല്ലെങ്കിൽ ആംഗിൾ 1ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? ആംഗിൾ 3നെ കൊടുക്കാം. കാരണം ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് സി പി സി ടി അനുസരിച്ച് നമുക്ക് പറയാം ആംഗിൾ പിയും ആംഗിൾ എസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ പിയും ആംഗിൾ എസും
ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊടുത്തു? 90 ഡിഗ്രി എന്ന് കൊടുത്തു. കാരണം ആംഗിൾ 1ഉം ആംഗിൾ 3യും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 4 ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കാരണം എ ഡി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ആംഗിൾ 3യും ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടണം. ഇവിടെ ആംഗിൾ 2ഉം ആംഗിൾ 3യും എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്? 90 ഡിഗ്രി ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി എന്നാണ് വരുന്നത്. 2ഉം 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രി എന്ന് എഴുതാം. 90 ഡിഗ്രി പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 4 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 180 മൈനസ് 90 ആണ് കിട്ടി. 180 മൈനസ് 90 എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ആംഗിൾ നമുക്ക് എത്രയാന്ന് കിട്ടി? ഇത് 90 ഡിഗ്രി ആണ് കിട്ടി. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിത്തെ ആംഗിൾ 7ഉം 90 ഡിഗ്രിയാണ്, ആംഗിൾ 6ഉം 90 ഡിഗ്രിയാണ്, ആംഗിൾ 5ഉം 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ക്വാഡ്രിലാറ്ററൽ PQRS എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണെന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഏത് പോയിന്റുകൾ വരച്ചാലും മിഡ് പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് വേണമെന്നില്ല? ഈ സ്ക്വയർ വേണമെന്നില്ല. മിഡ് പോയിന്റിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് അകത്ത് വരുന്ന ഫിഗർ സ്ക്വയർ എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അകത്ത് വന്നില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഈ ഇന്നർ സ്ക്വയർ എന്ന് പറയണത്, ഇന്നർ ഫിഗർ എന്ന് പറയണത് എന്തായിരിക്കും? അത് സ്ക്വയർ തന്നെയായിരിക്കും നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ ഇത് നമുക്ക് കൺസ്ട്രക്ഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. കൺസ്ട്രക്ഷൻ വെച്ചുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നടുക്ക് തന്നെ മിഡ് പോയിന്റിൽ തന്നെ ഇത് വേണമെന്നില്ല, എവിടെയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ അകത്ത് 4 സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് ഈ പ്രത്യേകത വന്നത്. അതുപോലെ തന്നെ അകത്തെ ആംഗിള് നമുക്ക് 90 ഡിഗ്രി കിട്ടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.